സ്വാശ്രയ സമരത്തിന്റെ രണ്ടാം ഘട്ടം പ്രതിപക്ഷം നിയമസഭയിലേക്ക് എത്തിച്ചു. സ്വാശ്രയ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംഎൽഎമാരായ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, അനൂപ് ജേക്കബ് എന്നിവർ നിയമസഭയിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. മുസ്ലിം ലീഗ് എംഎൽഎമാരായ കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവർ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ചു. സ്പീക്കറുടെ നിലപാടുകളെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെയും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണനയിലുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് ലാത്തിച്ചാർജ് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നരനായാട്ട് നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചു. പ്രകോപിതരായ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. സമരവും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ സ്തംഭിച്ചു. പ്രതിപക്ഷം പ്രകടനമായി സഭയ്ക്ക് പുറത്തെത്തി. 10:30 5 പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ സമരം ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ ബഹളം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത്തരത്തിലൊരു കീഴ്വഴക്കമില്ലെന്നും സീറ്റുകളിലേക്ക് മടങ്ങണമെന്നും സ്പീക്കർ ആവർത്തിച്ചാവശ്യപ്പെട്ടുവെങ്കിലും ബഹളം തുടർന്നു. യൂത്ത് കോൺഗ്രസ് സമരത്തിനെതിരായ ചുവന്നുമഷി ആരോപണം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതുമായി ബന്ധപ്പെടുത്തി പരിഹാസമുനയോടെ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ചു. അതിർത്തി കടക്കുന്ന ജീവികളെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു സാർ. സാധാരണ അതിർത്തി കടക്കുന്ന ജീവികൾ മഷി പുരട്ടിയല്ല സാർ വരുന്നത്. ഇപ്പോൾ ചില സമരമുഖങ്ങളിൽ നൂതനമായ ചില സമരമുറകൾ പരീക്ഷിക്കുന്നതായി കാണുന്നുണ്ട്, ചുവന്ന മഷിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ ഈ വന്യമൃഗങ്ങളെ പച്ചമഷി ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ പ്രതിരോധ സംവിധാനത്തിൽ വനത്തിൽ തന്നെ നിർത്താൻ കഴിയുന്ന സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുമോ എന്നാണ് അറിയാൻ. സ്പീക്കർ അവസരം നൽകിയിട്ടും ചോദ്യമുന്നയിക്കാൻ കേരള കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായില്ല. പ്രതിപക്ഷ സമരത്തിന് പരോക്ഷ പിന്തുണ നൽകുന്ന സമീപനമാണ് നിയമസഭയിൽ കേരള കോൺഗ്രസ് എം സ്വീകരിച്ചത്. പ്രതിപക്ഷ എംഎൽഎമാരുടെ നിരാഹാര സമരസ്ഥലം കെ എം മാണി അടക്കമുള്ളവർ സന്ദർശിക്കുകയും ചെയ്തു. ജോജോ ജോസഫ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.